ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC മോഡൽ എക്സാമിൻ്റെ ഫെബ്രുവരി 2024 നടത്തിയ ഹിന്ദിയുടെ PYQ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഫെബ്രുവരി 2024 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലേക്കും പോകാം. ആദ്യത്തെ സെറ്റ് വരുന്നത് കലാമിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ബാത്ചീത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രകഥ ടിപ്പണി ചോദിച്ചിട്ടുണ്ട്. കലാമിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ബീർബഹൂട്ടിയിലെ ക്വസ്റ്റ്യൻസാണ്. ബീർബഹൂട്ടിയിൽ നിന്ന് തന്നെ ഗ്രാമ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡയറിയും ചോദിക്കുന്നുണ്ട്. ചാർ സഹി പ്രസ്താവനയിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹതേഷ സേക്ക് വ്യക്തി ബൈ ഗയത എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനകത്തുനിന്നും നമുക്ക് വലിയൊരു 2 മാർക്കിനായിട്ട് ചോദിച്ചിരിക്കുന്നത് വാക്യ പിരമിഡാണ്. ഇനി അടുത്തത് സബ്സെബിഡെ ഷോമാനിൽ നിന്ന് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി അതിനകത്തിൽ നിന്ന് 4 മാർക്കിന് ചോദിച്ചിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. അതുപോലെ തന്നെ പത്ര എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ദിശാഹീൻ ദിശ എന്ന ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് അടുത്ത സെറ്റ് വന്നിരിക്കുന്നത്. അതിനകത്തുനിന്ന് പട്കഥ തന്നിരിക്കുന്ന ദൃശ്യത്തിൻ്റെ പട്കഥ എഴുതാനായിട്ടും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഠാക്കൂർ കക്കുവിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിനകത്ത് നോക്കുവാണെങ്കിൽ പോസ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി പച്ചേ കാപ്പർ ജാ രഹേ ഹേ എന്ന ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ആ കവിതയുടെ അംശം എഴുതാനാണ്, അതായത് ടിപ്പണി, ആസ്വാദന ടിപ്പണി എഴുതാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഓരോ തവണയും പോസ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ വരുവാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നമ്മളപ്പോൾ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ മൊത്തം നമ്മൾ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി നിങ്ങൾ പറയുക ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നിലവിൽ സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങളത് പോസ് ചെയ്തിട്ട് നിങ്ങളത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.